ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ബനാന സ്റ്റ്യൂ ആണ്. ബനാന സ്റ്റ്യൂ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതേ പാനിലേക്ക് തന്നെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നെയ്യിൽ കടന്ന് പഴം നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. 2ാം പാലാണ് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ട്സും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്നല്ലേ ഇത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ബനാന സ്റ്റ്യൂ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കൂലോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.